ഞാൻ അഞ്ചൽ ദേവരാജൻ. ഞാൻ എഴുതിയ മുഖത്തലയുടെ കാവ്യഭൂമിക എന്ന ഗ്രന്ഥത്തിൽ നിന്നും മുഖത്തല മൊഴിയുടെ ആമുഖം എന്ന ഭാഗം ഇവിടെ വായിക്കുകയാണ്. മുഖത്തല മൊഴികൾക്ക് ഒരാമുഖം. പ്രക്ഷുബ്ധമായ മനസ്സ് പാരാവാരത്തെ പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. സഹജമായ വികാരങ്ങളുടെ തിരത്തള്ളലിൽ അത് ഏതൊക്കെയോ ചില തീരങ്ങളിൽ പതഞ്ഞു പൊങ്ങുകയും ചെയ്യും. കാലാകാലങ്ങളിൽ സർഗാത്മക ചേതനയായി അവ പരിണമിക്കും. കഥയോ കവിതയോ ചിത്രമോ ഒക്കെയായി അത് രൂപാന്തരപ്പെടുമ്പോഴാണ് സാഗരം ശാന്തമാവുക. ഒരു തിരയുടെ തീരത്തേക്കുള്ള കയറ്റം അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് എന്നും സംഘർഷത്തിൻ്റെ ശക്തി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു കവി മനസ്സിനോടാണ് ഇതിനെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 4 വരിയിൽ ഒതുങ്ങുന്നതോ മറ്റു ചിലപ്പോൾ ഒരു ഖണ്ഡകാവ്യമാകത്തക്ക വലിപ്പത്തിലോ അത് രൂപപ്പെട്ടെന്ന് വരാം. വികാരം സൃഷ്ടിക്കുന്ന വേലിയേറ്റത്തിൽ ഇങ്ങനെ മഹാകാവ്യം പോലും രൂപമെടുക്കാം. ഇവിടെ ഒരു കവി ഓളത്തെ തീരത്തോടടുപ്പിക്കുന്നത് 4 വരി കവിതയായാണ്. ഓളം ഒരാശയമാണ്. ഒരു തീപ്പെട്ടിക്കുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അഗ്നിപർവ്വതമാണ്. വിത്തിൽ മുളപൊട്ടാനൊരുങ്ങുന്ന വടവൃക്ഷവുമാണ്. തൻ്റെ ഓരോ ആശയത്തെയും ചെപ്പിലൊതുക്കുമ്പോൾ അവയെ മൊഴികൾ എന്നാണ് വിളിക്കുന്നത്. ഒരു കൂട്ടം മൊഴികൾ ചേർത്ത് മുഖത്തല മൊഴികൾ എന്ന ഒരു പുസ്തകത്തിൽ നിന്ന് പുസ്തക പരമ്പര തന്നെ അത് വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു തുടർ പ്രക്രിയ ആകുമെന്ന് കവി കരുതിയിരുന്നോ എന്ന് സംശയമാണ്. കാരണം മുഖത്തലയുടെ മൊഴിമുത്തുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച് കുറെ കഴിഞ്ഞാണ് മുഖത്തല മൊഴികൾ പല ഭാഗങ്ങളായി പുറത്തു വന്നത്. ഒരു ലേഖകന് വിഷയദാരിദ്ര്യം എന്നൊന്നില്ല. നിത്യേന സംഭവ പരമ്പരകൾ വേണ്ടതിലുമേറെ അരങ്ങേറുന്ന ഇവിടെ കവി ഒരു ലേഖകന്റെ വേഷമണിയുന്ന അത്ഭുത ദൃശ്യം നമുക്ക് കാണാം. ഒരു നിമിഷം കൊണ്ട് ഒരാശയം എന്ന തത്വമാണ് മുഖത്തല മൊഴികളുടെ മുഖമുദ്ര. അവയെ യഥാവിധി ക്രമീകരിക്കുമ്പോൾ ആയിരക്കണക്കിന് ശീർഷകങ്ങൾ, ഒടുവിൽ ഒരേ വിഭാഗത്തിന്റെ ചിമിഴിലൊതുക്കാവുന്നവ എന്ന നിലയിൽ ഒട്ടനവധി വിഷയങ്ങൾ, ആയിരക്കണക്കിന് 4 വരി കവിതകൾ അനുസ്യൂതമായി പുസ്തകങ്ങളായി പുറത്തു വരുമ്പോൾ ഇനിയും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന കവിയെ ഹൃദയംഗമമായി അഭിനന്ദിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, ഒരു പക്ഷേ ഈ ദൗത്യം നിർവഹിച്ചു പോരുന്ന ഒരേ ഒരു കവി മുഖത്തല ജി അയ്യപ്പൻ പിള്ളയാണെന്ന് നാം സമ്മതിച്ചേ മതിയാകൂ. ആകർഷകമായ ഒരു വസ്തുത കൂടിയുണ്ട്. നമ്മുടെ മഹാകവികൾ പോലും അതിശക്തമായ ഒരു ഉപദേശ സ്വരം പകരുന്നത് സാന്ദർഭികമായിട്ടായിരിക്കും. ഇവിടെ ഓരോ 4 വരി കവിതയും ഹൃദിസ്ഥമാക്കി വയ്ക്കാവുന്ന വിധമാണ് കവി നമുക്ക് നൽകുന്നത്. സാമൂഹ്യ വിമർശനം, അഴിമതി വിരുദ്ധത, പരിസ്ഥിതി, മതേതരത്വം, യുദ്ധവിരുദ്ധത, വായന, അങ്കലാവണ്യം, പ്രേമം തുടങ്ങി പല വിഭാഗങ്ങളിലായി വായിച്ചെടുക്കാവുന്ന ആയിരക്കണക്കിന് കവിതകളിൽ നിന്ന് ഏതാനും കവിതകൾ മാത്രമേ ഇവിടെ പരാമർശിക്കാൻ കഴിയുന്നുള്ളൂ. തൻ്റെ മൊഴികളുടെ പ്രസക്തിയെപ്പറ്റി അദ്ദേഹം പറയുന്നു: ചിന്താബന്ധുര സാഗരം പോൽ മനം, അതിൽ മുങ്ങിത്തപ്പുമ്പോൾ ലഭിക്കും അപൂർവമായി ചില രത്നങ്ങൾ, അക്ഷരമുത്തുകൾ അവിചാരിതം പകർത്തുന്നു ഞാനത് മുഖത്തല മൊഴികളിൽ. 7 ഭാഗങ്ങളോളം ഇതിനകം അദ്ദേഹം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ പ്രക്രിയ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്ന മുഖത്തലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.